Hello students, welcome back to Biology Study Corner. 9th ക്ലാസ് ബയോളജി അഞ്ചാമത്തെ ചാപ്റ്ററായ എക്സ്ക്രീഷൻ ഫോർ ഹോമിയോസ്റ്റാസിസ് എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ സ്യൂട്ടബ്ലി എന്നതാണ്. ടേബിളിൽ കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് വിട്ടുപോയ ഭാഗം കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓർഗാനിസം, എക്സ്ക്രീറ്ററി ഓർഗൻ, എക്സ്ക്രീറ്ററി മെറ്റീരിയൽ. ബേർഡ് ഏതാണ്? എക്സ്ക്രീറ്ററി ഓർഗൻ. അതുപോലെ തന്നെ ഫിഷിൽ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? എക്സ്ക്രീറ്ററി മെറ്റീരിയൽ ഏതാണെന്ന് എഴുതണം. ഡി എന്ന് പറയുന്നത് നെഫ്രേഡിയ, എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ടുള്ളത് ഏത് ഓർഗാനിസത്തിലാണെന്ന് എഴുതണം. നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും, നമുക്ക് ചെക്ക് ചെയ്യാം. ബേർഡിൽ കിഡ്നിയാണ് എക്സ്ക്രീറ്ററി ഓർഗൻ. യൂറിക് ആസിഡിൻ്റെ ഫോമിലാണ് ഇത് പുറത്ത് എക്സ്ക്രീഷൻ നടത്തുന്നത്. ഫിഷസിലും കിഡ്നിയാണ് കാണപ്പെടുന്നത്. അമോണിയയാണ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽ. എർത്ത് വേമിലാണ് നെഫ്രീഡിയ എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് കാണപ്പെടുന്നത്. എർത്ത് വേം, നെഫ്രീഡിയ. ഇത് എക്സ്ക്രീറ്ററി മെറ്റീരിയൽ യൂറിയ, അമോണിയ, വാട്ടർ എന്നിവയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question number 2. Filling the blanks based on the indications of plant excretion. പ്ലാന്റ്സിൻ്റെ എക്സ്ക്രീഷൻ പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ടേബിളാണിത്. ഇതിൽ വിട്ടുപോയ ഭാഗം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, എക്സ്ക്രീറ്ററി മെക്കാനിസം ചോദിച്ചിട്ടുണ്ട്, ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ട്, എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ലൊക്കേഷനിൽ ഇൻ ദ എപ്പിഡെർമിസ് ഓഫ് ലീവ്സിൽ എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? അതുപോലെ ഇൻ ദ എഡ്ജസ് ഓഫ് ദ ലീവ്സ് ഓഫ് ഷ്രബ്സ് ആൻഡ് ഗ്രാസസിൻ്റെയും ഷ്രബ്സിൻ്റെയും എഡ്സിൽ അല്ലെങ്കിൽ ടിപ്പിൽ കാണപ്പെടുന്നത് ഏതാണ്? ആ ഒരു മെക്കാനിസം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. എ വരുന്നത് സ്റ്റൊമാറ്റയാണ് എപ്പിഡെർമിസിൽ കാണപ്പെടുന്നത്. ഇതിൻ്റെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്താണ്? ഗ്യാസസ് ആണ്. അതായത് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇതിൻ്റെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ബി എന്ന് ചോദിച്ചിട്ടുള്ളത് ഹൈഡത്തോട്സ് ആയിരിക്കും. അഥവാ എഡ്ജസിൽ, ഷ്രബ്സിൻ്റെയും ഗ്രാസസിൻ്റെയും എഡ്ജസിൽ ഹൈഡത്തോട്സ് ആണ് കാണപ്പെടുന്നത്. ഇവയിലെ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. എക്സസ് ആയിട്ടുണ്ടാകുന്ന വാട്ടറാണ് ഹൈഡത്തോട്സ് വഴി പുറത്ത് കളയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എ സ്റ്റൊമാറ്റ, ബി ഹൈഡത്തോഡ്, സി വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ഡി വാട്ടർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ: കിഡ്നി ഡിസീസസ് ഓഫ് 2 persons ആർ ഗിവൺ. ഐഡൻറ്റിഫൈ ദ ഡിസീസ് ആൻഡ് ഗിവ് റീസൺസ്. അപ്പോൾ 2 കിഡ്നി ഡിസീസസിൻ്റെ സിംറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേതാണ് ഡിസീസ് എന്നും ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ റീസൺ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പേഴ്സൺ എ, ടർബിഡ് ആൻഡ് ഡാർക്ക് കളേർഡ് യൂറിൻ. രണ്ടാമത്തെ സിംറ്റം ഒഡീമ ഓൺ ഫേസ് ആൻഡ് ആങ്കിൾ. പേഴ്സൺ ബി, പെയിൻ ഇൻ ദ ലോവർ അബ്ഡമൻ, ബ്ലോക്കേജ് ഓഫ് യൂറിൻ. ഏതായിരിക്കും ഡിസീസസ്? പേഴ്സൺ എക്ക് ഏതാണ്? നെഫ്രൈറ്റിസ് ആണ് അതിൽ കാണപ്പെടുന്നത്. പേഴ്സൺ ബിയിലാണെങ്കിലോ കിഡ്നി സ്റ്റോൺ ആണ്. ബ്ലോക്കേജ് ഓഫ് യൂറിനും ലോവർ അബ്ഡമനിൽ പെയിനും വരുന്നത് കിഡ്നി സ്റ്റോൺ എന്ന ഡിസീസിനാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കിഡ്നി ഡിസീസസ് ഓഫ് 2 persons ആർ ഗിവൺ. ഐഡൻറ്റിഫൈ ദ ഡിസീസ് ആൻഡ് ഗിവ് റീസൺ. അപ്പോൾ 2 വ്യക്തികൾക്ക് കാണപ്പെടുന്ന കിഡ്നി ഡിസീസസിൻ്റെ സിംറ്റംസ് കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഏതാണ് ഡിസീസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, റീസൺ പറയാം. പേഴ്സൺ എ, ടർബിഡ് ആൻഡ് ഡാർക്ക് കളേർഡ് യൂറിൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ സിംറ്റം ഒഡീമ ഓൺ ഫേസ് ആൻഡ് ആങ്കിൾ. പേഴ്സൺ ബി, പെയിൻ ഇൻ ദ ലോവർ അബ്ഡമൻ, ബ്ലോക്കേജ് ഓഫ് യൂറിൻ. പേഴ്സൺ എക്ക് ഏതാണ് ഡിസീസസ് എന്ന് പറയുന്നത്? നെഫ്രൈറ്റിസ് ആണ്. പേഴ്സൺ ബിക്ക് ആണെങ്കിൽ കിഡ്നി സ്റ്റോൺ ആണ്. ഇപ്പോൾ ലോവർ അബ്ഡോമിനിൽ പെയിനും അതുപോലെ യൂറിൻ്റെ ബ്ലോക്കേജൊക്കെ വരുന്നത് സാധാരണ കിഡ്നി സ്റ്റോൺ ഉള്ള പേഷ്യൻസിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഡിസീസ് കണ്ടീഷൻ ഓഫ് എ പേഴ്സൺ ഈസ് ഗിവൺ ബിലോ. ഡ്യൂ ടു ദ നോൺ ഫങ്ഷനിങ് ഓഫ് 2 kidneys, യൂറിയ ആൻഡ് അതർ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് റിമെയിൻ ഇൻ ദ ബ്ലഡ്. ഇതാണ് ആ ഒരു കണ്ടീഷൻ. അപ്പോൾ അതിന് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഐഡൻറ്റിഫൈ ദ ഡിസീസ്. ഏതാണ് ആ ഡിസീസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. പ്രപ്പോസ് എ ടെക്നോളജി ടു സോൾവ് ദീസ് ഇഷ്യൂസ്. ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം അല്ലെങ്കിൽ ഇതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹു ഡിവൈസ് ദിസ് മെക്കാനിസം. ഈ ഒരു മെക്കാനിസം ഡിവൈസ് ചെയ്തത് ആരാണെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ യൂറീമിയാണ് കണ്ടീഷൻ. ഡ്യൂ ടു ദ നോൺ ഫങ്ഷനിങ് ഓഫ് 2 kidney, യൂറിയ ആൻഡ് അതർ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് റിമെയിൻ ഇൻ ദ ബ്ലഡ് എന്ന് പറയുന്ന കണ്ടീഷനാണ് യൂറീമിയ. ഇത് സോൾവ് ചെയ്യാനുള്ളൊരു ടെക്നോളജി എന്ന് പറയുന്നത് ഹീമോ ഡയാലിസിസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സം എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് അനിമൽസ് ആർ ഗിവൺ ബിലോ. റീഡ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഓർഗൻ.
They separate waste from the body cavity and expel through small pores on the body surface. ബോഡി സർഫസിൽ കാണുന്ന സ്മോൾ പോഴ്സിലൂടെ പുറത്ത് കളയുന്നുണ്ട് എന്ത് വേസ്റ്റ് മെറ്റീരിയൽസിന്, ബോഡി ക്യാവിറ്റിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത വേസ്റ്റ് മെറ്റീരിയൽസിന്. അപ്പോൾ ആൻസർ ഏതായിരിക്കും വരാം? നെഫ്രീഡിയ. എർത്ത് വേമിൽ കാണുന്ന നെഫ്രീഡിയ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ആയിരിക്കും ഈ ഒരു എക്സ്ക്രീറ്ററി ഓർഗനാണ് ഇതേ രീതിയിൽ എക്സ്ക്രീഷൻ നടത്തുന്നത്. They separate excretory product from the body fluid and eliminate to along with digestive waste. അടുത്തത് വന്നിട്ടുണ്ടെങ്കിൽ ബോഡി ഫ്ലൂയിഡിൽ നിന്ന് വേസ്റ്റ് മെറ്റീരിയൽസ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഡൈജസ്റ്റീവ് വേസ്റ്റിൻ്റെ കൂടെ എലിമിനേറ്റ് ചെയ്യുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. ഇൻസെക്ട്സിലൊക്കെ കാണുന്ന മാൽപീജിയൻ ട്യൂബ്യൂൾസിൽ ഈ ഒരു മെക്കാനിസത്തിലൂടെയാണ് എന്ത് എക്സ്ക്രീഷൻ നടത്തുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഹിൻറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. Efferent vessel has less diameter than afferent vessel. Question A. How does the difference in the efferent vessel influence the process of ultrafiltration? Name the product formed as a result of ultrafiltration. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തേൻ്റെ ആൻസർ എന്ന് പറയുന്നത് when blood flows to the glomerulus, ultrafiltration take place through its small pores. This process is supported by high pressure developed in the glomerulus due to the difference in the diameter of afferent vessel and efferent vessel. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ അൾട്രാഫിൽട്രേഷൻ വഴി ഉണ്ടാകുന്ന പ്രൊഡക്റ്റാണ് ഗ്ലോമോല ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ പേഴ്സൺ ബേസ്ഡ് ഓൺ ഹിൻസ്. ഇൻട്രൊഡ്യൂസ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ കിഡ്നി. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ കിഡ്നി ഇൻട്രൊഡ്യൂസ് ചെയ്ത പേഴ്സണാണ് വില്യം ജൊഹാൻ കോഫ്. കണ്ടക്റ്റഡ് ഫസ്റ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഓപ്പറേഷൻ നടത്തിയത് ഡോക്ടർ ജോസഫ് ഇ മുറേ എന്ന് പറയുന്ന വ്യക്തിയാണ്. കണ്ടക്റ്റഡ് ഫസ്റ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഓപ്പറേഷൻ. ഓക്കെ, വൺ വേർഡായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഓർത്തു വെക്കാം. അടുത്തത്, prepare answer to the following questions for a student who conduct a seminar on kidney transplantation. What is the source of kidney for transplantation? When does the need for a kidney transplantation? Answer. Kidney of a healthy person who died in an accident or of a completely healthy person on donation. When both the kidney fail to function എന്നതാണ് ബി ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. രണ്ട് കിഡ്നിയും ഫങ്ഷൻലെസ് ആയാൽ മാത്രമാണ് നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഒരു സംഭവം ചൂസ് ചെയ്യുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ബേസ്ഡ് ഓൺ ദ ഗിവൺ മോഡൽ ഫിൽ ദ ബ്ലാങ്ക്സ്. ഒരു മോഡൽ തന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്ത് അതേപോലെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മോഡൽ അമീബ, കോൺട്രാക്ടൈൽ വാക്യൂൾ, അമോണിയ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓർഗാനിസം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൺ അല്ലെങ്കിൽ ഏത് മെത്തേഡാണെന്ന് കൊടുത്തിട്ടുണ്ട്, ഏതാണ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രോഗ്, അതുപോലെ തന്നെ മാൽപീജിയൻ ട്യൂബിൾസ്. അപ്പോൾ ഫ്രോഗിൻ്റെ ഓർഗൺ ഏതാണെന്ന് എഴുതണം, അതിൻ്റെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ ഏതാണെന്ന് എഴുതാം. അതുപോലെ മാൽപീജിയൻ ട്യൂബ്യൂൾസ്, അത് ഏത് തരം ജീവികളിലാണ് ഇത്തരം എക്സ്ക്രീറ്ററി ഓർഗൻസ് കാണുന്നത്. ഓക്കെ, ഫ്രോഗ്, കിഡ്നി, യൂറിയ. Insects, Malpighian tubules, uric acid. Next, the stage of hemodialysis are given. Arrange them in the correct order. Purified blood is allowed to pass through veins. Blood with a high quantity of waste material is passed into dialysis unit. Heparin is added to blood to prevent blood clotting. Blood when passes to the cellophane tube of the dialysis unit, the waste contained in the blood diffused to dialysis fluid. അപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, വളരെയധികം വേസ്റ്റ് മെറ്റീരിയലിലുള്ള ബ്ലഡ് ഡയാലിസിസ് യൂണിറ്റിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് മുമ്പായിട്ട് എന്താണ്, ഹെപ്പാരിൻ ആഡ് ചെയ്യുന്നു. ബ്ലഡ് ക്ലോട്ടിങ് തടയാൻ വേണ്ടിയിട്ട് ഹെപ്പാരിൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ സെലഫാൻ ട്യൂബിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൽ ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴി സെപ്പറേഷൻ നടക്കുന്നു. ഡിഫ്യൂഷൻ പ്രോസസ്സ് വഴി വേസ്റ്റ് മെറ്റീരിയൽസ് നീക്കം ചെയ്യപ്പെടുന്നു. പ്യൂരിഫൈഡ് ബ്ലഡ് ഈസ് അലൗഡ് ടു പാസ് ത്രൂ വെയിൻസ്. ശേഷം പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് വെയിൻസിലൂടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ്, അനലൈസ് ദ ഇൻഡിക്കേഷൻസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ കിഡ്നി ഡിസീസസ്. ഒന്ന്, എ പറയുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് കിഡ്നി ഡ്യൂ ടു ദ ഇൻഫെക്ഷൻ ഓർ ഇൻടോക്സിക്കേഷൻ. അതേതാണ് ഡിസീസ്? നെഫ്രൈറ്റിസ് ആണ്.
അടുത്തത് ഡിപ്പോസിഷൻ ഓഫ് ക്രിസ്റ്റൽസ് ഓഫ് കാൽസ്യം സാൾട്ട് ഇൻ കിഡ്നി ഓർ യൂറിനറി ട്രാക്ക്. ഏതായിരിക്കും? കിഡ്നി സ്റ്റോൺ ആണ് ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ക്രിസ്റ്റൽസ്, കാൽസ്യം ക്രിസ്റ്റൽസിൻ്റെ ഡിപ്പോസിഷൻ. കിഡ്നി ഡിസീസസ് ഡ്യൂ ടു ഡയബറ്റീസ് ഓർ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് യുറീമിയ എന്ന് പറയുന്ന കണ്ടീഷനാണ്. മറ്റെന്തെങ്കിലും റീസൺസ് കൊണ്ട് കിഡ്നി ഡിസീസ് ഉണ്ടാവുന്നത്. അനലൈസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആൻഡ് റൈറ്റ് ദ ഡിഫറൻസ്. റീഅബ്സോർപ്ഷനും സീക്രീഷനും നമ്മൾ ഈ സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ട്. റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള കോമ്പണൻസ് എന്താണ്, ഗ്ലോമോർല ഫിൽട്രേറ്റിലുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കോമ്പണൻസ് പിന്നീട് പെരിട്യൂബുലാർ കാപ്പിലറീസിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നതാണ് റീഅബ്സോർപ്ഷൻ. അതുപോലെ തന്നെ ബ്ലഡിൽ പിന്നെയും എക്സസീവായിട്ട് കാണുന്ന മിനറൽസിനൊക്കെ എന്താണ് തിരിച്ച് റീനൽ ട്യൂബ്യൂൾസിലേക്ക് കൊടുക്കുന്നതിനാണ് സീക്രീഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഗ്ലോമോർല ഫിൽട്രേറ്റ് ആൻഡ് യൂറിൻ. ഗ്ലോമോർല ഫിൽട്രേറ്റ് എന്ന് പറയുന്നത് അൾട്രാ ഫിൽട്രേഷൻ വഴി ഫോം ചെയ്യുന്ന ആ ഒരു കോമ്പണൻ്റാണ്, ആ ഒരു സംഭവമാണ്, ഫിൽട്ടർ ചെയ്ത് വരുന്നതാണ് ഗ്ലോമോർല ഫിൽട്രേറ്റ് എന്നറിയപ്പെടുന്നത്. ഈ ഗ്ലോമോർല ഫിൽട്രേറ്റിന് പിന്നീട് റീഅബ്സോർപ്ഷനും അതുപോലെ സെക്രീഷൻ, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, ഇതൊക്കെ കഴിഞ്ഞിട്ട് വാട്ടറിൻ്റെ എക്സസീവായിട്ടുള്ള വാട്ടറിൻ്റെ അബ്സോർപ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഇതെന്താണോ ബാക്കി റിമൈൻ ചെയ്യുന്നത് എന്താണോ അതാണ് യൂറിൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. When blood flows to the glomerulus, ultrafiltration take place and this capsular space, the fluid collected is glomerular filtrate. Urine എന്ന് പറയുന്നത് after the absorption of excess water from the glomerular filtrate in the collecting duct, the remaining fluid is urine. Okay. Next question, complete the following table suitably. പാർട്ട് കൊടുത്തിട്ടുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. റീനൽ ട്യൂബ്യൂൾ, ഓപ്പൺ into pelvis, water absorption. Glomerulus being from the Bowman's capsule, reabsorption, collecting duct, collection of capillaries, filtration of blood. ആൻസർ നോക്കാം. റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത് ബീങ്സ് ഫ്രം ദ ബൊമാൻസ് ക്യാപ്സ്യൂൾ, റീഅബ്സോർപ്ഷൻ ആണ് വരുന്നത്. ഗ്ലോമർലസ് കളക്ഷൻ ഓഫ് കാപ്പിലറീസ്, ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് ആണ് ഇവിടെ നടക്കുന്നത്. കളക്റ്റിംഗ് ഡക്ട് ഓപ്പൺ ഇൻ ടു പെൽവിസ്, വാട്ടർ അബ്സോർപ്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് മെയിൻ ഫങ്ഷൻ, വാട്ടർ റീഅബ്സോർപ്ഷൻ. Okay. Question, how does sweat form? What is its function? Okay, answer നോക്കാം നമുക്ക്. Sweat glands in the skin produce sweat. The sweat glands are surrounded by blood capillaries at their base. When blood flows through these capillaries, salt and water from the blood enters the sweat glands. This appears as sweat drops on skin surface. The main objective of sweating is regulation of body temperature. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സ്വെറ്റിൻ്റെ ഫോർമേഷൻ നടക്കുന്നതും അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നും നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബോഡി ടെമ്പറേച്ചർ റെഗുലേഷനും അതുപോലെ തന്നെ എക്സ്ക്രീഷനുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഡിഫറൻസ് ഇൻ ദ ഫങ്ഷൻ ഓഫ് ഫോളോയിങ് ബ്ലഡ് വെസൽസ്. റീനൽ ആർട്ടറിയും കൊടുത്തിട്ടുണ്ട്, റീനൽ വെയിനും കൊടുത്തിട്ടുണ്ട്. റീനൽ ആർട്ടറി എന്താണ്? ദ ആർട്ടറി കൺവേസ് ഇൻപ്യൂർ ബ്ലഡ് ടു ദ കിഡ്നീസ്. കിഡ്നിയിലേക്ക് ഇൻപ്യൂർ ബ്ലഡിനെ കൊണ്ടെത്തിക്കുന്നത് ആർട്ടറീസ് ആയിരിക്കും. അതുപോലെ വെയിൻസ് ആണെങ്കിൽ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കൺവേസ് പ്യൂരിഫൈഡ് ബ്ലഡ് ഔട്ട് ഓഫ് ദ കിഡ്നി. പ്യൂരിഫൈ ചെയ്ത ബ്ലഡിനെ ശരീരത്തിന് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റീനൽ വെയിൻസും സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേസ്ഡ് ഓൺ ഇൻഡിക്കേറ്റേഴ്സ് ഐഡൻറ്റിഫൈ ദ പാർട്ട് ആൻഡ് നെയിം ദം. The dark colored inner part of the kidney. കിഡ്നിയിലെ ഡാർക്ക് കളേർഡ് ഇന്നർ പാർട്ടിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്തായിരിക്കും ആൻസർ? മെഡുല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് പറയുന്നത് റീജിയം വേർ യൂറിൻ ഫ്രം ദ ഫിൽറ്റേഴ്സ് ഫ്ലോസ് ഇൻ ടു. റീജിയം വേർ യൂറിൻ ഫ്രം ദ ഫിൽറ്റേഴ്സ് ഫ്ലോസ് ഇൻ ടു. ആൻസർ പെൽവിസ് ആണ്, പെൽവിസ്. പാർട്ട് വേർ ദ നെഫ്രോൺസ് ആർ ഫൗണ്ട്. പാർട്ട് വേർ ദ നെഫ്രോൺസ് ആർ ഫൗണ്ട്, മെഡുല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഔട്ടർ പാർട്ട് ഓഫ് ദ കിഡ്നി. ദ ഔട്ടർ പാർട്ട് ഓഫ് ദ കിഡ്നി, കോർട്ടെക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഫോളോയിങ് ഇക്വേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അമോണിയ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് യൂറിയ. എൻസൈംസും അവിടെ കൊടുത്തിട്ടുണ്ട്. വെയർ ഡസ് അമോണിയ ഫോം? B question, in which organ does ammonia is converted into urea? Third question, what is the reason for the elimination of urea from the body? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Due to the metabolism of amino acid produced as a result of decomposition of proteins in the cells.
അതായത് അമിനോ ആസിഡ് മെറ്റബോളിസം വഴിയായിട്ടാണ് അമോണിയ ഫോം ചെയ്യുന്നത്. ഈ അമിനോ ആസിഡ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രോട്ടീൻ്റെ ഡികമ്പോസിഷൻ നടക്കുന്നത് വഴിയായിട്ടാണ്. പ്രോട്ടീൻ്റെ ഡികമ്പോസിഷൻ. ഇൻ വിച്ച് ഓർഗൻ ഡസ് അമോണിയ ഈസ് കൺവേർട്ടഡ് ഇൻ ടു യൂറിയ? ലിവറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ലിവറാണ് അമോണിയയെ യൂറിയയാക്കി മാറ്റുന്നത്. സി. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ എലിമിനേഷൻ ഓഫ് യൂറിയ ഫ്രം ദ ബോഡി? അമോണിയ ഈസ് ഹാംഫുൾ ടു ദ ഹ്യൂമൻ ബോഡി. അമോണിയ ഹാംഫുൾ ആയിട്ടുള്ളൊരു കോമ്പണൻ്റ് ആണ്. അത് പെട്ടെന്ന് തന്നെ യൂറിയയാക്കി മാറ്റിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് ലെസ് ഹാംഫുൾ ആയിട്ടുള്ളതിനെ പുറത്ത് കളയാണ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ആൻഡ് ബി ആർ എക്സ്ക്രീറ്ററി വേസ്റ്റ്. കംപ്ലീറ്റ് ദ ഇലിസ്ട്രേഷൻ. അപ്പോൾ എക്സ്ക്രീറ്ററി വേസ്റ്റ് ഏതൊക്കെയാണെന്ന് ബേസ് ചെയ്തിട്ട് ഇലിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രോഗും എർത്ത് വോമിലും കോമൺ ആയിട്ട് വരുന്നത്, എർത്ത് വോമിലും ഫിഷിലും കോമൺ ആയിട്ട് വരുന്നത് ബി ആയിരിക്കും. അപ്പോൾ എ എന്ന് പറയുന്നത് യൂറിയയാണ്. ഫ്രോഗിലും എർത്ത് വോമിലും കോമൺ ആയിട്ട് വരുന്ന ഒരു എക്സ്ക്രീറ്ററി വേസ്റ്റ് യൂറിയയാണ്. എർത്ത് വോമിലും ഫിഷസിലും കോമൺ ആയിട്ട് വരുന്നത് അമോണിയ ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Copy the diagram and label according to the indications. The blood vessel conveying blood to the kidney. The filters from the blood flows into the part of nephron where Bowman's capsule is seen. ഇപ്പോൾ ഒന്നാമത്തത് റീനൽ ആർട്ടറി ആയിരിക്കും. പെൽവിസ് ആണ് അടുത്തത്. കോർട്ടെക്സ് ആയിരിക്കും. ദ പാർട്ട് ഓഫ് നെഫ്രോൺസ് വേർ ബൊമൺസ് ക്യാപ്സ്യൂൾ ഈസ് സീൻ എന്ന് പറയുന്നത് കോർട്ടെക്സ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പാർട്ട് ഓഫ് കിഡ്നി ഈസ് ഷോൺ മാഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു ഇമേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ ആൻഡ് ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ എ ആൻഡ് ബി. എ ഏതായിരിക്കും? അത് ഔട്ടർ പാർട്ടാണ്. ബി ഇന്നർ പാർട്ടായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ട്യൂബ് ലൈക്ക് പാർട്സ് ഒക്കെ ഇന്നർ പാർട്ടിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ. ആൻസർ അപ്പോൾ എ എന്ന് പറയുന്നത് കോർട്ടെക്സ് ആണ്. ബി എന്ന് പറയുന്നത് മെഡുല്ല ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട് ഡിപിക്ട്സ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ത്രൂ ദ ബ്ലഡ് വെസൽസ് ഇൻ നെഫ്രോൺ. നെഫ്രോണിൽ കാണപ്പെടുന്ന ബ്ലഡ് വെസൽസിലെ ബ്ലഡിൻ്റെ ഫ്ലോയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വിട്ടുപോയ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനാണ്, ആ ഓർഡർ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഫസ്റ്റ് അഫറൻറ്റ് വെസലാണ്. അഫറൻറ്റ് വെസലിൽ നിന്ന് ഗ്ലോമർലെസ്സിലേക്ക് കടക്കുന്നു. ഗ്ലോമർലെസ്സിൽ നിന്നും അവിടെ ഫിൽട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ശേഷം ഇഫറൻറ്റ് വെസൽ വഴി ബ്ലഡ് ഒഴുകുന്നു. ശേഷം ബ്ലഡ് എന്താണ്? പെരിയ ട്യൂബുലാർ കാപ്പിലറി നെറ്റ്വർക്കിലൂടെ ഒഴുകാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അതേ രീതിയിലാണ് നെഫ്രോണിൻ്റെ ബ്ലഡ് വെസൽസിലൂടെ ബ്ലഡ് ഒഴുകി പോകുന്നത്. അഫറൻറ്റ് വെസൽ, ഗ്ലോമർലെസ്, ഇഫറൻറ്റ് വെസൽ, പെരി ട്യൂബുലാർ കാപ്പിലറി നെറ്റ്വർക്ക്. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഡിസ്കസ് ചെയ്തത്. ഇതേ രീതിയിലായിരിക്കണം നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എക്സാമിന് ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.